നമസ്കാരം, എൻ്റെ പേര് ജിഷാനു, ജോ ആൻഡ് ജോ അക്കാഡമിയിൽ നിന്ന്. ഇന്ന് വേറൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രണ്ട് കുഞ്ഞു ടോപ്പിക്ക് ഒരുമിച്ചാണ് ഒരു വീഡിയോ, അതായത് ഇൻകോമ്പിറ്റൻറ്റ് സെർവിക്സും ഡിസ്റ്റോഷ്യയും. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ഇൻകോമ്പിറ്റൻറ്റ് സെർവിക്സ് എന്നാന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പ്രിമച്വർ ഡയലറ്റേഷൻ ഓഫ് ദ സെർവിക്സ്, അല്ലേ? മെയിൻലി ഇൻ ദ 4th or 5th month ഓഫ് പ്രഗ്നൻസി. ഇതാണ് ഇൻകോമ്പിറ്റൻറ്റ് സെർവിക്സ് എന്ന് പറയുന്നത്. അതിൽ മെയിൻലി ചെയ്യുന്നൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സെർവിക്കൽ സർക്ലേജ് ആണ്. എന്തൊക്കെയാണ് അതിന്റെ അസസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാവും, ഫീറ്റൽ മെംബ്രെയിൻസ് വിസിബിൾ ത്രൂ ദ മെംബ്രെയിൻസ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ കാണുന്നത്. അതിനകത്ത് ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെഡ് റെസ്റ്റ് കൊടുക്കും, ഹൈഡ്രേഷൻ കൊടുക്കും, പിന്നെ ഈ ടോക്കോലൈസിസ്. അതെന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്രൈൻ കൺട്രാക്ഷൻസ് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ സെർവിക്കൽ സർക്കുലേജ് ചെയ്യുന്നത് 10 to 14 weeks ഓഫ് ജസ്റ്റേഷൻ ഓഫ് പീരീഡിലാണ് ഈ സെർവിക്കൽ ഡയലറ്റേഷൻ, അല്ലെങ്കിൽ നേരത്തെ ഏർലിയർ ആയിട്ട് സെർവിക്കൽ ഡയലറ്റേഷൻ ഉള്ളവർക്ക് സർക്കുലേജ് ചെയ്യുന്നത്. ഈ സർക്കുലേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്യൂച്ചർ ആണ്. ഓക്കെ, ഇനിയും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ക്ലയന്റ് എഡ്യൂക്കേഷൻ എന്താണ് കൊടുക്കുന്നത് ഈ സർക്കുലേജ് കഴിഞ്ഞ പേഷ്യൻസിന്? റിഫ്രെയിൻ ഫ്രം ദ ഇന്റർകോഴ്സ്, അവോയ്ഡ് ലോങ് സ്റ്റാൻഡിങ്, അവോയ്ഡ് ഹെവി ലിഫ്റ്റിംഗ്. ഈ 3 കാര്യങ്ങളാണ് എസ്പെഷ്യലി നമ്മൾ അവരോട് പറയുന്നത്. പിന്നെ ഇനിയും ഒരു നോർമൽ ഡെലിവറി ആണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, അത് 37th week ഓഫ് ജസ്റ്റേഷനിൽ നമ്മൾ ഈ സർക്കുലേജ് റിമൂവ് ചെയ്യും. ഓക്കെ, നോർമൽ ഡയലറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും വരുന്ന അവരുടെ സക്സസീവ് പ്രഗ്നൻസീസിലെല്ലാം ചിലപ്പോൾ അവർക്ക് ഈ സർക്കുലേജ് ഇടേണ്ടതായിട്ടും വരും. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സർക്കുലേജ് ഇട്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ യൂട്രൈൻ കൺട്രാക്ഷൻ ഇൻക്രീസ് ആവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് HCPയെ കാണണം എന്ന് നമ്മൾ പേഷ്യന്റിനെ ഇൻഫോം ചെയ്താണ് പേഷ്യന്റിനെ വിടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻകോമ്പിറ്റൻറ്റ് സെർവിക്സിനകത്തുള്ളത്. അതായത് എയർലി ഡയലറ്റേഷൻ ഓഫ് ദ സെർവിക്സ് ആണ്. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 4th to 5th week ഓഫ് ജസ്റ്റേഷൻ, 5th month ഓഫ് ജസ്റ്റേഷൻ. ഓക്കെ, അതിന് ഒരേ ഒരു ട്രീറ്റ്മെന്റേ ഉള്ളൂ, സെർവിക്കൽ സർക്കുലേജ്. അത് കഴിഞ്ഞാൽ പിന്നുള്ള ക്ലയന്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു അതെല്ലാമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റോഷ്യ എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫിക്കൽട്ട് ലേബർ ദാറ്റ് ഈസ് പ്രൊലോങ്ഡ് ഓർ പെയിൻഫുൾ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെയാണ് നമ്മൾ ഡിസ്റ്റോഷ്യ എന്ന് പറയുന്നത്. ഒരു മിനിമം ഒരു സമയമുണ്ട്, അതിനപ്പുറത്തോട്ട് ഈ പ്രൊലോങ്ഡ് ലേബറിലേക്ക് പോയി കഴിഞ്ഞാൽ, ചിലർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും more than 24 hours, അല്ലേ? അവരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത്, അതൊക്കെ പ്രൊലോങ്ഡ് ലേബറാണ്. അപ്പം അല്ലെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ചിലവരുടെ ഡെലിവറി എന്ന് പറയുന്നത്. അതാണ് ഡിസ്റ്റോഷ്യ എന്ന് പറയുന്നത്. ഇത് മെയിൻലി ആർക്കൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും യൂട്രൈൻ പ്രോബ്ലംസോ അല്ലെങ്കിൽ പെൽവിക് ബോൺസിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കോ, അല്ലെങ്കിൽ ബിഗ് ബേബി ആണെങ്കിലോ, മാൽപൊസിഷൻ ആണെങ്കിലോ ഒക്കെയാണ് ഈ പ്രൊലോങ്ഡ് ലേബർ അല്ലെങ്കിൽ പെയിൻഫുൾ ലേബർ സംഭവിക്കുന്നത്. കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നത് ചിലപ്പം ഹൈപ്പർട്ടോണിക് ആവാം, ചിലപ്പം ഹൈപ്പോട്ടോണിക് ആവാം. ഹൈപ്പർട്ടോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കൺട്രാക്ഷൻസ് വരും, പക്ഷെ അതിനനുസരിച്ചുള്ളൊരു ഡയലറ്റേഷനും ഇല്ല. ഹൈപ്പോട്ടോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാപ്പായിരിക്കും ഓരോ കൺട്രാക്ഷൻസിനിടയിലും. ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റേണൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാം, ഫീറ്റൽ ഇഞ്ചുറി സംഭവിക്കാം, അല്ലെങ്കിൽ ഫീറ്റൽ ഡെത്ത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അസസ്മെന്റിനകത്ത് കാണുന്നത് എക്സസീവ് അബ്ഡോമിനൽ പെയിൻ, അബ്നോർമൽ കൺട്രാക്ഷൻ പാറ്റേൺ, ഫീറ്റൽ ഡിസ്ട്രസ്, മെറ്റേണൽ ഓർ ഫീറ്റൽ ടക്കിക്കാർഡിയ, ലാക്ക് ഓഫ് പ്രോഗ്രസ് ഇൻ ലേബർ. ഓക്കെ, എന്തൊക്കെയാണ് ഇന്റർവെൻഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെയും കുഞ്ഞിനെയും ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുക, യൂട്രൈൻ കൺട്രാക്ഷൻ മോണിറ്റർ ചെയ്യുക, പിന്നെ മോണിറ്റർ മെറ്റേണൽ ടെമ്പറേച്ചർ. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയില്ലല്ലോ, കാരണം പ്രൊലോങ് ആയിട്ട് പോവല്ലേ. ചിലപ്പോൾ നമ്മൾ എയർലിയർ ആയിട്ടൊക്കെ മെംബ്രെയിൻ റപ്ചർ ചെയ്ത് വിടും, മാനുവലി റപ്ചർ ചെയ്ത് വിടും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി റപ്ചർ ആയിപ്പോവും. അങ്ങനെയൊക്കെ പിന്നെ വരുമ്പോഴത്തേന് ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. പിന്നെ അസിസ്റ്റ് ഡോക്ടേഴ്സ് ഫോർ ദ പെൽവിക് എക്സാമിനേഷൻ. പിന്നെ മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ കൂടുതലും അതർ പ്രൊസീജിയർ, അതായത് അൾട്രാസൗണ്ട് വഴിയൊക്കെയാണ് ഇതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളും ഒക്കെ അളക്കുന്നത്. പിന്നെ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ആന്റിബയോട്ടിക് കൊടുക്കും, IO ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം.
IV ഫ്ലൂയിഡ്സ് കൊടുക്കും, കാരണം മെറ്റേണൽ ഡീഹൈഡ്രേഷന് സാധ്യതയുള്ളതുകൊണ്ട്. പിന്നെ ഇവർക്ക് നമ്മൾ മെയിൻലി ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ബ്രീത്തിങ് ആൻഡ് റിലാക്സേഷൻ ടെക്നിക്സ് ആണ്, കാരണം അവർ ഭയങ്കരമായിട്ട് ടയേർഡായി പോവും. മോണിറ്റർ കളർ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഇൻ കേസ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് റപ്ചർ ആയാലോ ലീക്ക് ആയാലോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കളർ, അതായത് മെക്കോണിയം പാസ്സായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ കളർ നോക്കുന്നത്. ഓക്കെ, റെസ്റ്റ് ആൻഡ് കംഫർട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ ബാക്ക് റബ്ബ് അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച്, അങ്ങനെ അവരെ കംഫർട്ട് ആക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം കംഫർട്ട് മെഷേഴ്സ് ആണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെ ക്ലയന്റിന്റെ ഫറ്റീഗോ പെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ സെഡേറ്റീവ്സും പെയിൻ മെഡിക്കേഷൻസും നമ്മൾ കൊടുക്കുക. പിന്നെ പ്രൊലാപ്സ് ഓഫ് ദ കോഡ്, ഈ മെംബ്രെയിൻ റപ്ചറിന് ശേഷം സംഭവിച്ചോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്റ്റോഷ്യക്കകത്തുള്ളത്. അപ്പൊ ഈ 2 ടോപ്പിക്കാണ് ഇന്നത്തേത്. വേഗം ഞാൻ പറഞ്ഞു വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ല, പക്ഷെ ജസ്റ്റ് നിങ്ങൾ ഇതിന്റെ പേര് മിസ്സാവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ടോപ്പിക്ക് പോലും നമ്മൾ കേട്ടിട്ടില്ലാത്തത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അങ്ങ് പാനിക് ആവും. കാരണം നമുക്ക് ഒരു ഐഡിയയും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ, നമ്മളതിൽ എന്ത് ചെയ്യും? ചിലവര് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഒത്തിരിയും ടൈം ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് അങ്ങ് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം എല്ലാവരും ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു, പഠിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുന്നിടത്തോളം ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ. അപ്പം ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്. ജിഷാനൂപ് ജോ ആൻഡ് ജോ അക്കാഡമിയിൽ നിന്ന്.